അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 12 ശനിയാഴ്ച. BJPക്ക് പുതിയ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനം. ഉദ്ഘാടനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തി. ഇന്ന് രാവിലെ 11 മണിക്കാണ് സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം. തുടർന്ന് 11:30 പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന വാർഡ് തല നേതൃസംഗമം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ 4 റവന്യൂ ജില്ലകളിലെ 36,000 നേതാക്കളാണ് നേതൃസംഗമത്തിനെത്തുന്നതെന്ന് BJP അറിയിച്ചു. മറ്റു 10 റവന്യൂ ജില്ലകളിലെ 5-അംഗ വാർഡ് സമിതി അംഗങ്ങളും പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളും അതാത് പഞ്ചായത്ത് ഏരിയ തലങ്ങളിൽ വെർച്വലായി പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം BJP സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. 4 മണിയോടെ കണ്ണൂരിലേക്ക് തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഡൽഹിക്ക് മടങ്ങും. BJP പുതിയ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. 4 ജനറൽ സെക്രട്ടറിമാരെയാണ് പാർട്ടി പുതുതായി പ്രഖ്യാപിച്ചത്. MT രമേശ്, ശോഭ സുരേന്ദ്രൻ, S സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാരാകും. R ശ്രീലേഖ IPS, ഷോൺ ജോർജ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരാകും. ജനറൽ സെക്രട്ടറിമാരായിരുന്ന P സുധീറും S കൃഷ്ണകുമാറും വൈസ് പ്രസിഡന്റുമാരായി. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാധാന്യം പട്ടികയിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ V മുരളീധര പക്ഷത്തെ തഴഞ്ഞുകൊണ്ടുള്ള ഭാരവാഹി പട്ടികയാണ് പുറത്തിറക്കിയതെന്നും റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് കീം പ്രവേശനത്തിന് പഴയ ഫോർമുലയിൽ സർക്കാർ നടപടി തുടങ്ങി. വിദ്യാർത്ഥികൾക്ക് 16 വരെ അപേക്ഷിക്കാം. ആദ്യ അലോട്ട്മെന്റ് പട്ടിക 18-ന് പ്രസിദ്ധീകരിക്കും. കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി പ്രവേശനത്തിനുള്ള അടിസ്ഥാന മാനദണ്ഡമായ കീം പരീക്ഷയുടെ 2025-ലെ റാങ്ക് പട്ടിക ഹൈക്കോടതി ഉത്തരവോടെയാണ് അസാധുവായത്. റാങ്ക് പട്ടിക കണക്കാക്കാൻ അവസാന നിമിഷം നടത്തിയ മാറ്റങ്ങൾ നിയമപരമല്ലെന്നാരോപിച്ച് ഒരു കൂട്ടം CBSE വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ നടപടി. കേരള കോൺഗ്രസ് എമ്മിനും ചെയർമാൻ ജോസ് കെ മാണിക്കുമെതിരെ വനമന്ത്രി AK ശശീന്ദ്രൻ. വനം വകുപ്പിനും വനം മന്ത്രിക്കുമെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ മുന്നണി മര്യാദ പാലിക്കണമെന്നാണ് ശശീന്ദ്രൻ ആവശ്യപ്പെടുന്നത്. പാർട്ടി യോഗത്തിൽ ജോസ് കെ മാണി തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് സംസാരിച്ചെന്ന വാർത്തയാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. സാമുദായിക സംഘടനകളുടെ ചട്ടുകമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ ദുർവാശിയും ഗുരുതര വീഴ്ചയുമാണ് കേരള എഞ്ചിനീയറിംഗ് പ്രവേശനം അനിശ്ചിതത്വത്തിൽ ആക്കിയതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. അതിന്റെ ഫലം അനുഭവിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമാണെന്നും സർക്കാർ അതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സർക്കാരിടുന്ന സെറ്റിൽ അഭിനയിക്കുന്ന നടീനടന്മാരാണ് SFIക്കാരെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും SFI നിലപാട് പറയുന്നില്ലെന്നും സർക്കാരിന്റെ അവസാന വർഷത്തിൽ നിലനിൽപ്പിനു വേണ്ടി സമരനാടകം നടത്തുകയാണ് SFI എന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ മാധ്യമപ്രവർത്തകരോട് നടത്തിയ പ്രതികരണത്തിൽ കുറ്റപ്പെടുത്തി. ദേശീയപാത നിർമ്മാണ നിരോധനത്തിനെതിരെ ഇടുക്കിയിലെ പഞ്ചായത്തുകളിൽ ഇന്ന് ഹർത്താൽ. വെള്ളത്തൂവൽ, അടിമാലി, പള്ളിവാസൽ പഞ്ചായത്തുകളിലാണ് UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. അടിമാലി പഞ്ചായത്തിൽ LDFും ഹർത്താൽ ആചരിക്കും. നേര്യമംഗലം മുതൽ വാളറ വരെ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായി. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തിയ ബീനാച്ചിയിലെ വീട്ടിലും മൃതദേഹം കുഴിച്ചിട്ട ചേരമ്പാടി വനത്തിലുമാണ് നൌഷാദുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. ഹേമചന്ദ്രന്റെ മൃതദേഹം കുഴിച്ചിട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനോട് നൌഷാദ് വിശദീകരിച്ചു. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ VCമാരെ ഉപയോഗിച്ച് കാവ്യവൽക്കരണത്തിന് ശ്രമമെന്ന് വിമർശനം ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിന് അപരിചിതമായ സാഹചര്യമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു.
കീം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി സംസ്ഥാന താൽപര്യത്തിന് എതിരാണെന്നും ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വൺ ചാനലും ഇടതുപക്ഷത്തിനെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നുവെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കാലിക്കറ്റ് സർവകലാശാലയിൽ SFI നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് 9 വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വിസിയുടെ ഓഫീസിൽ അതിക്രമം കാണിച്ചതിനാണ് നടപടിയെന്നാണ് വിശദീകരണം. 9 വിദ്യാർത്ഥികളും ഉടൻ ഹോസ്റ്റൽ ഒഴിയണമെന്നും വൈസ് ചാൻസലർ ഉത്തരവിട്ടു. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. കേരള സർവകലാശാലയിലെ SFI സമരത്തിനെതിരെ ഓർത്തഡോക്സ് സഭ. നടന്നത് സമരമല്ല കോപ്രായമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പറഞ്ഞു. ആൺപെൺ വ്യത്യാസമില്ലാത്ത സമരത്തിൽ ദുഃഖം തോന്നിയെന്നും കാത്തോലിക്ക ബാവ വിമർശിച്ചു. വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഒരു ഭ്രാന്താലയത്തിലാണല്ലോ ഇന്ന് നമ്മൾ ജീവിക്കുന്നതെന്ന് സമരമെന്ന കോപ്രായം കണ്ടപ്പോൾ തോന്നിയെന്നും കാത്തോലിക്ക ബാവ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ പേര് നൽകിയ പുതുപ്പള്ളിയിലെ ആശുപത്രിയിലെ ഡയാലിസിസ് ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് ഗവർണറെ ക്ഷണിച്ചതിൽ പ്രതികരണവുമായി ചാണ്ടി ഉമ്മൻ MLA. എല്ലാത്തിലും രാഷ്ട്രീയം കാണരുതെന്ന് പ്രതികരിച്ച ചാണ്ടിയുമ്മൻ ഗവർണറുടെ പദവി മാത്രമാണ് താൻ പരിഗണിച്ചതെന്നും അഭിപ്രായപ്പെട്ടു. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി സ്കൂൾ സമയമാറ്റത്തിൽ സൗജന്യം കൊടുക്കാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. പ്രത്യേക സമൂഹത്തിന്റെ പേര് പറഞ്ഞ സർക്കാരിനെ വിരട്ടുന്നതൊന്നും ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് പ്രവാസിയുടെ കോടികൾ വിലമതിക്കുന്ന ഭൂമി തട്ടിയെടുത്തതിലെ മുഖ്യ കണ്ണിയും കോൺഗ്രസ് ജില്ലാ നേതാവുമായ അനന്തപുരി മണികണ്ഠൻ ഒളിവിൽ. ആൾമാറാട്ടം നടത്തിയ വ്യാജരേഖകൾ ചമച്ച 2 സ്ത്രീകൾ മാത്രമാണ് ഇതുവരെ പിടിയിലായത്. കേസിൽ മുഖ്യ കണ്ണിയെന്ന് തെളിഞ്ഞിട്ടും മണികണ്ഠനെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടിയെടുത്തിട്ടില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ പുലിപ്പല്ല് മാല പരാതിയിൽ അന്വേഷണം തുടങ്ങി വനം വകുപ്പ്. കേസിൽ പരാതിക്കാരന് ഹാജരായി മൊഴി നൽകാൻ പട്ടിക്കാട് റേഞ്ച് ഓഫീസർ നോട്ടീസ് നൽകി. അടുത്ത 21-ന് നേരിട്ട് ഹാജരായി തെളിവുകളും രേഖകളും ഹാജരാക്കാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൊൽപ്പുള്ളി അത്തിക്കോട്ട് കാറിന് തീപിടിച്ച് 4 പേർക്ക് പരിക്ക്. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായ അത്തിക്കോട് പുളക്കാട് സ്വദേശിനി LC മാർട്ടിൻ, മക്കളായ അലീന, ആൽഫിൻ, എമി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. 90% പൊള്ളലേറ്റ ഇരുവരെയും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച ഭവന പദ്ധതിക്കായി വാങ്ങിയ ഭൂമി നിയമക്കുരുക്കിൽ. തൃക്കൈപ്പറ്റ വില്ലേജിൽ വാങ്ങിയ ഭൂമിയിൽ ഒരു ഭാഗം തോട്ടഭൂമിയാണെന്ന വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്മേൽ വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡ് ഭൂവുടമകളിൽ നിന്ന് വിശദീകരണം തേടി. ജൂലൈ മാസത്തിൽ തീർത്ഥാടന യാത്രകളുമായി KSRTC. കോഴിക്കോട് ബഡ്ജറ്റ് ടൂറിസം സെല്ലാണ് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് യാത്രകൾ സംഘടിപ്പിക്കുന്നത്. ഗുരുവായൂർ, കാടാമ്പുഴ, മൂകാംബിക തുടങ്ങിയ ക്ഷേത്രങ്ങളിലേക്കാണ് ഈ മാസത്തിലെ യാത്രകൾ. ശബരിമലയിലെ പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല നട ഇന്നലെ തുറന്നു. നാളെ പകൽ 11-നും 12-നും മധ്യേയുള്ള കന്നിരാശി മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ നടക്കുക. മാളികപ്പുറത്തിന് സമീപമാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 മണിക്ക് നട അടയ്ക്കും. പാലക്കാട് കോട്ടായിയിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ അവകാശം കോൺഗ്രസ് പാർട്ടിക്കാണെന്ന് ആലത്തൂർ മുൻസിഫ് കോടതി വിധി. CPMൽ ചേർന്ന മുൻ മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാർ ഓഫീസിനുമേൽ അവകാശവാദം ഉന്നയിച്ച് നൽകിയ ഹർജി കോടതി തള്ളി. Joy of Jewelry Shopping. Biggest joy of jewelry shopping ഇത് ആരംഭിക്കുന്നു. എല്ലാ ആഭരണങ്ങളിലും നേടൂ പണിക്കൂലിയിൽ 50% വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട്. ഗോൾഡ്, ഡയമണ്ട്, പോൾക്കി, പ്രഷ്യസ് സ്റ്റോൺസ് ആഭരണങ്ങളുടെ ബിഗ്ഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് ചോയ്സ്. ജ്വല്ലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. Joy Alucas, world's favorite jeweler. വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ വിവിധ സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11 മണിയോടെ നിയമന കത്തുകൾ വിതരണം ചെയ്യും. നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥികളെ ചടങ്ങിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലായാണ് 16ാമത് തൊഴിൽമേള നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമാണ് നിയമനങ്ങൾ നടക്കുക.
ഛത്തീസ്ഗഡിൽ പിടികിട്ടാപ്പുള്ളികളായ 22 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. ഇവർക്ക് സർക്കാർ പദ്ധതി പ്രകാരം 37.5 ലക്ഷം രൂപ വീതിച്ച് നൽകുമെന്നും ഇതുവരെ സംസ്ഥാനത്ത് കീഴടങ്ങിയത് 1476 മാവോയിസ്റ്റുകളെന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് വ്യക്തമാക്കി. നാഗാലാന്റ്, അസം, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലെ മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസമായി സൈന്യം. ഓപ്പറേഷൻ ജൽ രാഹത്ത് 2ന്റെ ഭാഗമായി 4000-ഓളം പേരെ മഴക്കെടുതിയിൽ നിന്നും സൈന്യം രക്ഷിച്ചു. അസം റൈഫിൾസും NDRFും SDRFുമായി ചേർന്നാണ് സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 91ആയി. കാണാതായ 34 പേർക്ക് വേണ്ടി ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് തെരച്ചിൽ തുടരും. ഷാർജയിൽ യുവതിയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. മരിച്ച വിഭജിക ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറച്ചു പറയുകയാണ് കുടുംബം. ഭർത്താവായ നിതീഷിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വിഭജികയുടെ മാതാവ് ശൈലജ ഉന്നയിക്കുന്നത്. അസാമിൽ 22-കാരി നവജാത ശിശുവിനെ വിറ്റു. 50,000 രൂപയ്ക്കാണ് അമ്മ കുട്ടിയെ വിറ്റതെന്നാണ് റിപ്പോർട്ട്. ശിവസാഗർ സിവിൽ ഹോസ്പിറ്റലിൽ വെച്ചാണ് യുവതി പ്രസവിച്ചത്. കുഞ്ഞിന്റെ അമ്മയെയും അമ്മൂമ്മയെയും കുട്ടിയെ വാങ്ങിയ ദമ്പതികളെയും പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജോലി സമയം 12 മണിക്കൂറായി വർദ്ധിപ്പിക്കാനുള്ള കർണാടക സർക്കാരിന്റെ നീക്കത്തിനെതിരെ ബംഗളൂരുവിൽ IT ജീവനക്കാർ സമരം ശക്തമാക്കുന്നു. ടെക് പാർക്കുകളുടെ ഗേറ്റിന് മുൻപിലും IT കമ്പനികളുടെ പരിസരങ്ങളിലും തെരുവോരങ്ങളിലും സമരം പടരുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞു. ഭരണഘടന പരിഷ്കരിക്കാനുള്ള അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധമല്ലെന്നും എന്നാൽ ഗുരുതരമായ പിഴവുകൾ കടന്നുകൂടിയിട്ടുണ്ടെന്നും അദ്ദേഹം JPCയിൽ പറഞ്ഞു. കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ കുറയ്ക്കാനായി സർക്കാർ നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കേസുകളുടെ ഗൌരവവും പ്രാധാന്യവും പരിഗണിച്ച് തരംതിരിക്കാനും വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമഗ്രമായ നടപടിക്രമങ്ങളാണ് വിവിധ വകുപ്പുകൾക്ക് നിയമ മന്ത്രാലയം അയച്ചുകൊടുത്തത്. വിവിധ കോടതികളിലായി തീർപ്പാകാതെ കിടക്കുന്ന 7.30 ലക്ഷത്തോളം കേസുകളിൽ കേന്ദ്ര സർക്കാർ കക്ഷിയാണ്. പ്രവാചകപാത പിന്തുടർന്ന് മക്ക മസ്ജിദുൽ ഹറാമിലെ വിശുദ്ധ കബ കഴുകി. സൽമാൻ രാജാവിന് വേണ്ടി മക്ക ഡെപ്യൂട്ടി ഗവർണർ അമീർ സയൂദ് ബിൻ മിഷലിന്റെ മേൽനോട്ടത്തിലാണ് വ്യാഴാഴ്ച രാവിലെ കബ കഴുകൽ ചടങ്ങ് നടന്നത്. ബുധനാഴ്ച കബയുടെ വാതിൽ വരി ഉയർത്തിയതോടെ കഴുകൽ ചടങ്ങിന് തുടക്കമായി. വ്യാഴാഴ്ച രാവിലെ മുതൽ കഴുകൽ ആരംഭിച്ചു. സൌദി അറേബ്യയിലെ പ്രമുഖ ഹദീസ് സുന്നത്ത് പണ്ഡിതരിൽ ഒരാളായ ഷൈഖ് റബി ബിൻ ഹാദി അൽ മദ്ഖലി മദീനയിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. അറിവ് തേടാനും പകർന്നു നൽകാനും സമർപ്പിച്ച ജീവിതമായിരുന്നു ഷൈഖ് റബീന്റേത്. ഐക്യരാഷ്ട്രസഭയുടെ ജനസംഖ്യാ ഫണ്ടിന്റെ കണക്കുകൾ പ്രകാരം 2025 അവസാനത്തോടെ ഇന്ത്യയുടെ ജനസംഖ്യ 146 കോടിയിലെത്തും. ഇതോടെ നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യമായി മാറുമെന്നും കണക്കുകൾ പറയുന്നു. ഇന്ത്യയിലെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ശരാശരി പ്രായം 30 വയസ്സിൽ താഴെയായിരിക്കും. അതേസമയം പ്രത്യുൽപാദന നിരക്ക് 1.9 കുറഞ്ഞത് വരും വർഷങ്ങളിൽ ജനസംഖ്യാ വളർച്ച കുറയുമെന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കൻ വിദേശകാര്യ വകുപ്പിൽ കൂട്ടപ്പിരിച്ചുവിടൽ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ 15% വരുന്ന 2000-ഓളം ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിടുമെന്ന് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. കൂടുതൽ കാര്യക്ഷമമായ നയതന്ത്ര പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നടപടിയെന്നും റുബിയോ വിവരിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് അനിശ്ചിതകാലത്തേക്ക് മാറ്റി. സെപ്റ്റംബറിൽ ആരംഭിക്കേണ്ട സീസൺ സംപ്രേഷണാവകാശത്തെ കരാർ തർക്കത്തെ തുടർന്നാണ് അനിശ്ചിതകാലത്തേക്ക് മാറ്റിയത്. ഫെഡറേഷനുമായുള്ള മാസ്റ്റർ റൈറ്റ് എഗ്രിമെന്റ് പുതുക്കുന്ന കാര്യത്തിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ISL മാറ്റിവെക്കാനുള്ള തീരുമാനം റിലയൻസ് ഇൻഡസ്ട്രീസിന്റെയും സ്റ്റാർ സ്പോർട്സിന്റെ സംയുക്ത ഉടമസ്ഥതയിലുള്ള ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെയും ക്ലബ്ബുകളെയും രേഖാമൂലം അറിയിച്ചു.
ഇംഗ്ലണ്ടിനെതിരായ 3-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 145-3 എന്ന നിലയിൽ. 53 റൺസെടുത്ത KL രാഹുലും 19 റൺസെടുത്ത ഋഷഭ് പന്തുമാണ് ക്രീസിൽ. 13 റൺസെടുത്ത ജയസ്വി ജയ്സ്വാളിന്റെയും 40 റൺസെടുത്ത കരുൺ നായരുടെയും 16 റൺസെടുത്ത ശുഭമാൻ ഗില്ലിന്റെയും വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത്. നേരത്തെ 2ാം ദിനം 4-ന് 251 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന്റെ 1ാം ഇന്നിംഗ്സ് 387-ന് അവസാനിച്ചു. ജോ റൂട്ട് 104 റൺസെടുത്ത് പുറത്തായി. 5 വിക്കറ്റെടുത്ത ജസ്പ്രീത് ബുംറയാണ് ഇംഗ്ലണ്ടിനെ കൂറ്റൻ സ്കോർ നേടുന്നതിൽ തടയിട്ടത്. അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന T20 ക്രിക്കറ്റ് ലോകകപ്പിന് യോഗ്യത നേടി ഫുട്ബോൾ രാജാക്കന്മാരായ ഇറ്റലി. യൂറോപ്യൻ യോഗ്യതാ മത്സരത്തിൽ ജേഴ്സിക്കെതിരെ സ്കോട്ട്ലൻഡ് 1 വിക്കറ്റ് തോൽവി വഴങ്ങിയതോടെയാണ് അവസാന യോഗ്യതാ മത്സരത്തിൽ നെതർലൻഡ്സിനോട് തോറ്റിട്ടും മികച്ച നെറ്റ് റൺ റേറ്റിന്റെ കരുത്തിൽ ഇറ്റലി T20 ലോകകപ്പിന് യോഗ്യത നേടിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.